MSc എൽസ 3 കമ്പനിക്കെതിരെ കേസെടുക്കുന്നതിന് പിന്നിലും കള്ളക്കഥകൾ. അപകടം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു പടി സർക്കാർ മുന്നോട്ട് പോകുന്നത്. വിവരങ്ങൾ ചോദിച്ചറിയാതെ അവരെ നാടുകടത്തി. ഭരണകൂടം പലതും ഒളിച്ചുവെക്കാനാണ് ഈ സമയപരിധി എടുത്തത്. നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ വാക്കുകളിൽ അത് വ്യക്തമാണ്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് ഇന്നലെ കേസെടുത്തത്. കപ്പൽ ഉടമയാണ് കേസിൽ 1-ാം പ്രതി, ഷിപ്പ് മാസ്റ്റർ 2-ാം പ്രതി, ഷിപ്പിംഗ് ക്രൂ 3-ാം പ്രതി. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്തുവെന്നാണ് കേസ്. BNS 282, 285, 286, 287, 288, 3-5 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. അദാനിക്ക് ബിസിനസ് ബന്ധമുള്ള ഷിപ്പിംഗ് കമ്പനിക്കെതിരെ 17 ദിവസമായിട്ടും ഒരു ചെറുവിരൽ പോലും സർക്കാർ അനക്കാതിരുന്നത് എന്ത് ബന്ധത്തിന്റെ പേരിലാണെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും മറുപടി പറയണമെന്നും, കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ടി വന്നതോടെ പുറത്തായത് അദാനിയെ വഴിവിട്ട് സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയ കള്ളക്കളിയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ദുർബല വകുപ്പുകൾ ചുമത്തി അദാനിയുടെ താൽപര്യം സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന് ശക്തമായ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ കേസെടുക്കേണ്ടതില്ല എന്ന നടപടിയായിരുന്നു നേരത്തെ സർക്കാർ എടുത്തിരുന്നത്. കേസെടുക്കേണ്ടെന്നും നഷ്ടപരിഹാരം മതിയെന്നും ആദ്യം തീരുമാനിച്ചിരുന്നത്. MSc കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി നല്ല അടുപ്പമാണ് ഉള്ളതെന്ന് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ ഇത് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സർക്കാരുകൾ തീരദേശ ജീവനുകൾ വെച്ചുള്ള പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടില്ല. 2010 ഓഗസ്റ്റിൽ കൂട്ടിയിടിയെ തുടർന്ന് MSc ചിത്ര എന്ന കപ്പൽ നിന്ന് എണ്ണ ചോർന്നപ്പോൾ മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പിറ്റേന്ന് കമ്പനിക്കെതിരെ പോലീസിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമായിരുന്നു കേസ്. പക്ഷേ കേരളത്തിൽ ഇതൊന്നും സംഭവിച്ചില്ല. നിർദ്ദേശങ്ങളിൽ മാത്രമാണ് സർക്കാർ മുൻതൂക്കം കൊടുത്തത്. മത്സ്യത്തൊഴിലാളികൾ 20 നോട്ടിക്കൽ മൈൽ ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണമെന്ന് നിർദ്ദേശം കൊടുത്തു. പാരിസ്ഥിതിക ഭീഷണികൾ കണക്കിലെടുത്ത് കപ്പൽ അപകടത്തെ സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചു. MSc എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് 4 ജില്ലയിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് 1000 രൂപയും 6 കിലോ അരിയും താൽക്കാലിക ആശ്വാസമായി നൽകാനും നമ്മുടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തയ്യാറായി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളികൾക്കാണ് താൽക്കാലികമായി 1000 രൂപയും 6 കിലോ അരിയും വിതരണം ചെയ്യാൻ ഒരുങ്ങിയത്. എന്തായാലും സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ മോശമാണെന്നുള്ളത് തീർച്ചയാണ്. നമുക്ക് ഫാദർ യൂജിൻ പെരേരയുടെ പ്രതികരണം കൂടെ കേട്ട് ഈ അപകടത്തിന്റെയും സർക്കാർ കള്ളക്കളിയെയും കുറിച്ച് കൂടുതൽ അറിയാം. ഇപ്പോൾ MSc മാനസ എഫിനെ ഹൈക്കോടതി വിഴിഞ്ഞത്തുനിന്ന് തിരിച്ചു പുറപ്പെടാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഭരണ സംവിധാനം എത്രമാത്രം കെടുകാര്യസ്ഥതയോടുകൂടിയാണ് നിലകൊള്ളുന്നതെന്ന് ഈ ദിവസങ്ങളിലെ നമ്മുടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അറബിക്കടലിൽ കേരളത്തിൻ്റെ അതിർത്തിയിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 വലിയ കപ്പൽ ദുരന്തങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ കപ്പൽ ദുരന്തം 24-ാം തീയതി യഥാർത്ഥത്തിൽ കപ്പൽ മറിയാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ കോസ്റ്റ് ഗാർഡാണ് ഈ കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ ക്രൂവിനെ രക്ഷപ്പെടുത്തിയത്. ആ സമയത്ത് ഈ കപ്പലുമായി ബന്ധപ്പെട്ട നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് എടുക്കേണ്ടത്, അത് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അവരെയൊക്കെ വളരെ താലോലിച്ചിങ്ങനെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇന്നലെ കൊച്ചി കോസ്റ്റൽ പോലീസ് ഈ എൽസ 3 കപ്പലിനെതിരെ, കപ്പൽ കമ്പനിക്കെതിരെ, അതോടൊപ്പം തന്നെ ക്യാപ്റ്റനെ, ക്രൂവിനെയൊക്കെ പ്രതി ചേർത്ത് ഒരു കേസ് ഫയൽ ചെയ്തുവെന്ന് പറയുന്നു. ഈ കേസ് ഫയൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മുഖം രക്ഷിക്കാനുള്ളൊരു നടപടിയുടെ ഭാഗമാണ്. എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കപ്പൽ കമ്പനിയെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഭരണകൂടം എടുക്കുന്ന ഒരു നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. ഈ 10-12 ദിവസം കൊണ്ട് അവർക്ക് ഇതിൻ്റെ എവിഡൻസുകൾ, അതുപോലെ തന്നെ അവർക്കിതിൻ്റെ തിരക്കഥ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കമ്പനിക്ക് അവരുടെ തിരക്കഥ തയ്യാറാക്കി അവർക്ക് സുഗമമായി രക്ഷപ്പെടാൻ, അതാണ്
നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, വിഴിഞ്ഞം കണ്ടെയ്നർ പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന MSC കമ്പനിക്ക് എന്തോ കൂട്ടുകെട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പൊളിക്കേണ്ടത് ആ കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ട് പറയുമ്പോൾ തന്നെ ഇതിനകത്തുള്ള നിഗൂഢമായ നീക്കങ്ങൾ, അന്തർധാരകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇന്ന് ഹൈക്കോടതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തോടനുബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരത്തിന് 128 മത്സ്യത്തൊഴിലാളികൾ ഫയൽ ചെയ്ത കേസിൽ അന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് ഈ തീരം നഷ്ടപ്പെടുന്നു, വീടുകൾ നഷ്ടപ്പെടുന്നു, തൊഴിലുകൾ നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ പ്രകൃതിക്ക് വലിയ ആഘാതങ്ങളുണ്ടാകുന്നു. ഇത് സത്യസന്ധമായിട്ട് പഠിക്കാനാണ്. പക്ഷേ ബഹുമാന്യനായ ശാസ്ത്രജ്ഞൻ കുടാലെ പൊതുജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു തെറ്റായ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതുപോലെ തന്നെ ഇന്നും നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ മികവുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ MSC കപ്പലിനെ ഈ പോർട്ടിൽ നിന്ന് വിടരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൻ്റെ തുടക്കം മുതൽ ഈ കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് സഞ്ചരിക്കാൻ ആരംഭിക്കുന്ന സന്ദർഭത്തിലൊക്കെ കടൽ വലിയ പ്രക്ഷുബ്ധമായിരുന്നു, വലിയ തിരകളായിരുന്നു, അതോടൊപ്പം തന്നെ വലിയ കാറ്റുമുണ്ടായിരുന്നു. അപ്പോൾ ഇത് സുരക്ഷിതമായി സഞ്ചരിക്കാൻ യോഗ്യമായ രീതിയിലാണോ ആ കപ്പൽ? അതുപോലെ തന്നെ ഈ വിഴിഞ്ഞത്ത് നിന്ന് ഈ കപ്പലിലേക്ക് അടുക്കിയ കണ്ടെയ്നറുകൾ കപ്പലിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്ന രീതിയിലാണോ ചെയ്തത്? മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വർഷകാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രാങ്ക്വിലിറ്റി, അതിൻ്റെ ശാന്തത ഇല്ലായിരിക്കും. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത്. 4 കപ്പലുകൾ പുറത്തു കിടന്നത്, ഉൾക്കടലിലാണ് കിടന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കപ്പൽ അടുക്കേണ്ട പോർട്ടിനകത്ത് അത് ശാന്തമായിരുന്നില്ല. ഒരു ക്യാപ്റ്റൻ തന്നെ പറഞ്ഞത്, ആ സമയത്ത് ഇന്നലെയൊക്കെ നമ്മൾ കൊട്ടിഘോഷിച്ച ഈ കപ്പൽ അവിടെ വന്ന് ആങ്കർ ചെയ്തിരുന്നെങ്കിൽ അത് 2 ദിവസം കൊണ്ട് കരയിലെത്തുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് സ്ഥിതിവിശേഷം. അപ്പോൾ ഈ കേസ് ഫയൽ ചെയ്താലും അതിനകത്തൊരു ആത്മാർത്ഥത ഉണ്ടാകണം. ഇതിൻ്റെ വസ്തുതകൾ എന്താണ്? കാരണം ഇത് ഈ പറഞ്ഞിരിക്കുന്ന തീരപ്രദേശത്തെക്കുറിച്ച് ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇന്ന് തീരപ്രദേശത്തെ ജനങ്ങൾ വറുതിയിലാണ്. അവർ ഈ വർഷകാലത്ത് ലഭിക്കുന്ന മത്സ്യസമ്പത്ത് കൊണ്ടാണ് കുട്ടികളെ ഒരു വർഷം പഠിപ്പിക്കുന്നത്, അവരുടെ ആരോഗ്യ പരിപാലനം നടത്തുന്നത്, ജീവിക്കാനായിട്ട് സ്വല്പം സമ്പത്ത് സമാഹരിക്കുന്നത്. അതിന് സംസ്ഥാന ദുരന്തം, ഈ സംസ്ഥാന ദുരന്തമായിട്ടൊക്കെ പ്രഖ്യാപിച്ചത് ഇങ്ങനെ ഭരണകൂടം ഈ മത്സ്യമേഖലയോടും അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെയോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടല്ല, സമ്മർദ്ദമേറി വരുന്നത് കണ്ടിട്ട് ഒരു സംസ്ഥാന ദുരന്തമായിട്ടെങ്കിലും പ്രഖ്യാപിക്കും.